എല്ലാവർക്കും നമസ്കാരം. ഫൈറ്റ് ക്ലബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ അധികം വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് വർക്കൗട്ട് കാര്യങ്ങളൊന്നുമല്ല, ഒരു ഇൻഫർമേഷൻ മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോന്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ അമ്പലവേൽ ജിമ്മിൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 20 വയസ്സുള്ള സൽമാൻ എന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഞങ്ങളെ ജിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജിമ്മിൽ നിന്ന് ഒരാൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മരിക്കുക എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബാക്കിയുള്ള ആളുകളെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കോളുകളും മെസ്സേജുകളൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പം ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ഓഫ്കോഴ്സ് ഡോക്ടേഴ്സാണ്. നമ്മളെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. വർക്കൗട്ട് ഇഷ്ടപ്പെടുന്ന ഡെയിലി വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് അവർ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്ത് ഈ കാര്യങ്ങൾ ബാക്കിയുള്ള പബ്ലിക്കിനെ കൂടെ അറിയിക്കുന്ന രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ 3 ഡോക്ടേഴ്സാണുള്ളത്. ഒന്ന് ഡോക്ടർ മിസ്റ്റർ യാസിൻ, പിന്നെ മിസ്റ്റർ ജാൻസർ ഉണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ അബി ഉണ്ട്. യാസിൻ മിംസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജാൻസർ ആണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ, പിന്നെ അബി എന്ന് പറയുന്നത് വൈത്തിരി ജനറൽ ഹോസ്പിറ്റലിലെ അവിടുത്തെ ഡോക്ടറായിരുന്നു. ഇപ്പം PG കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ മതി. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ള സംഭവം എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കാഷ്വൽ ടോക്കാണ്, അങ്ങനെ ഭയങ്കര ഒരു ഒഫീഷ്യൽ ഇതൊന്നുമില്ല, ഒരു വളരെ ഫ്രണ്ട്ലി ഉള്ള ടോക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ നമ്മളെ ഇതിലേക്ക് അടങ്ങാം. അപ്പം യാസിൻ തുടങ്ങാം അല്ലേ? അപ്പോൾ യാസിൻ ഭായി, നമ്മൾ ഇന്നലെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഇൻസിഡന്റ് എന്നൊക്കെ അറിയാം. അതിനെക്കുറിച്ച് ഞാൻ കൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കാം? അതില് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് കേട്ടോടത്തോളം നമ്മളെ അറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയത് ആൾക്ക് ഓൾറെഡി ഒരു പ്രശ്നം ബ്രെയിനിൽ ഉണ്ടായിരുന്നു. അതായത് അത് അവര് അറിഞ്ഞിട്ടില്ല. അതായത് ബ്രെയിനില് രക്തക്കൊഴലുകൾ കുറച്ച് ഒരു കുമ്പളകളില്ല പോലെ ഉണ്ടെന്നാണ് അവരെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത്. അത് കേട്ടിട്ട് നമുക്കൊരു ബെറി അന്യൂറിസം എന്നുള്ളൊരു അസുഖം പോലെയാണ് നമുക്ക് കേട്ടിട്ട് തോന്നുന്നത്. അതിന്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് അറിയില്ല, അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഈ ബെറി അന്യൂറിസം പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ഫെമിലിയലായിട്ട്, അതായത് ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ചിലപ്പോ ജന്മനാ ഇല്ലതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ഇത് പൊട്ടാം. അപ്പൊ അങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്റെ ഒരു സംശയം, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ അല്ലാതെ പുറത്ത് ഇപ്പൊ ഒരാള് നമ്മളൊരു നല്ല വെയിറ്റ് തൂക്കി നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് സാധനം മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ, അതിന് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അധികം ഓവർ സ്ട്രെയിനിങ് ചെയ്താലും അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതില്ല എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളണം, അങ്ങനെ സംഭവിച്ചോളണമെന്നുമില്ല. അത് ഓരോരുത്തരുടെ എന്താ പറയാ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ എന്റെ അടുത്ത ചോദ്യത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താണ് എന്റെ അവസ്ഥ? അതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മള് ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ തന്നെ ഇപ്പം ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്ന ഒരാളെ നമ്മൾ ആദ്യം തന്നെ സ്ക്രീനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുക. അതായത് ഇപ്പം നമ്മൾ പലരും കാണാറുണ്ട്, ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിലൂടെ കുഴഞ്ഞു മരിക്കുക, എന്തെങ്കിലും ഇപ്പൊ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ബെറി അന്യൂറിസം അല്ലാതെ മറ്റൊരു കോഴ്സാണ് കാർഡിയാകോസസ്. കാർഡിയാകോസസില് HOCM, അതായത് ഹാർട്ട് സാധാരണതയിൽ ഉപരി കട്ടി കൂടിയ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന ആള് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം കാർഡിയാക് അറസ്റ്റ് വന്ന് കുഴഞ്ഞു വീഴുന്നത് തലച്ചോറിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ് കുറയുന്നത് മൂലം ബോധം കെടുന്നു, പിന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളും നമ്മൾ കാണാറുണ്ട്. അപ്പോ അതിനൊക്കെ ആയിട്ട് ഇപ്പൊ സ്ക്രീനിങ്, അതായത് വലിയ കാർഡിയക് ആക്ടിവിറ്റീസ് ഇതിനൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എക്കോ സ്ക്രീനിങ് ചെയ്യാം. അതല്ലാതെ ഇതിന് എന്താ പറയാ വെയിറ്റ് ട്രെയിനിങ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊണ്ടോ ഇത് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമായിട്ട് പറയാം. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സ്ക്രീൻ ചെയ്യുക, അവർക്ക് നമ്മൾ കുറഞ്ഞ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കാര്യം മാത്രമേ സജസ്റ്റ് ചെയ്യൂ. പിന്നെ നമ്മൾ ഇതുപോലുള്ള ബെറി അന്യൂറിസം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ MR ആൻജിയോഗ്രഫി, CT ആൻജിയോഗ്രഫി മുതലായ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം എന്റെ ഒരു ചോദ്യം, അടുത്ത ചോദ്യം, നമ്മൾ ഈ കുട്ടി ഇപ്പം ജിമ്മിൽ വന്ന് കളിച്ച ഈ കുട്ടിയുടെ ഈ അസുഖം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാണോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് അതിന്റെ ഒരു സാധനം. അതിപ്പം നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒരു ചുറ്റുപാടിന്റെ ഇത് വെച്ചിട്ട് നമ്മളിപ്പം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന്, ഞാൻ ഇതുവരെ എന്റെ CT ആൻജിയോഗ്രാം എടുത്തിട്ടില്ല. അപ്പം ഇവിടെയുള്ള ആരും തന്നെ എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ ഒരു
ആ ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. എനിക്കറിയില്ല ഈ പറയുന്ന ആദ്യം തന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിലുള്ള ഒരു വിഷമവും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പിന്നെ ഇതിന്റെ കാരണത്താലാണോ മരണപ്പെട്ടതെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ട്സ് ഒക്കെ വരുന്നേ ഉള്ളൂ ഡോക്ടർ യാസീൻ സർ. അപ്പം നമുക്ക് എന്താ പറയാ, ഇത് വെച്ചിട്ട് തന്നെയാണ് എന്ന് കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പം ബന്ധുക്കളുടെ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് പ്രകാരം തലച്ചോറില് രക്തസ്രാവം ഉണ്ടായതായിട്ടാണ്. അപ്പൊ ഒരു മെയിൻ കോസ് ബെറി അന്യൂറിസം തന്നെയാണ്. അപ്പം സ്ക്രീനിങ് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് കുറച്ച് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് കുറച്ച് പ്രശ്നക്കാരനുമാണ്. അപ്പൊ ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് പല ആളുകൾക്ക് നമ്മൾ ഒരുപാട് തരത്തിലുള്ള വർക്കൗട്ട് പാറ്റേൺ കൊടുക്കുന്നത്. അപ്പൊ ബിഗിനർ വന്നു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് വർക്കൗട്ട് ആയിരിക്കും. അഡ്വാൻസ് ലെവൽ കളിക്കുന്ന ആൾക്കാർ അതുപോലെ ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ ഒരു ബിഗിനർ നമ്മളെ ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലായിരിക്കണം ആ ക്ലൈന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങളൊരു സൈഡിൽ താരങ്ങളുടെ ഉപദേശം എന്തായിരിക്കും എന്ന് പറയാൻ? അല്ല ആദ്യം തന്നെ അമ്പലവയൽ ന്യൂസ് അതിന്റെ സങ്കടം രേഖപ്പെടുത്തട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും അതൊരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ബാഡായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. ഇനി ഈഗോ ലിഫ്റ്റിംഗ് അങ്ങനത്തെ അതൊന്നും ചെയ്യാതിരിക്കുക. അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പതുക്കെ നമ്മളെ ക്യാപ്പബിലിറ്റി ഉയർത്തി കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. ആദ്യമേ വന്നിട്ട് എല്ലാവരും ഓവറായിട്ട് വെയിറ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരെങ്കിലും മുന്നിൽ എന്തെങ്കിലും കാണിക്കാൻ എന്നുള്ള രീതിയിലോ അങ്ങനത്തെ ഒരു ഈഗോ ലിഫ്റ്റിംഗ് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ബേസിക്കലി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡി കുറച്ചുകൂടെ കേപ്പബിൾ ആക്കി കൊണ്ടുവന്ന് വെയിറ്റ് കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് യാതൊരു കേടും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്മൾ എന്തൊക്കെ ജോലികളല്ലാതെ ചെയ്യുന്നുണ്ട്, വീട്ടിലായാലും ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, വേർക്കുന്നുണ്ട്, വേർക്കുന്നുണ്ട്, അങ്ങനെ കൂടുതലായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് വെക്കുന്നുണ്ട്. അതൊക്കെയും ഇതിൽ പറയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ജിമ്മിൽ വരുന്നത് മാത്രം ഒരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പ്രോപ്പർ ഡയറ്റ് എടുക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, ശരീരത്തിലെ കൊളസ്ട്രോൾ മുതലായ ഇതൊക്കെ കുറച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് നല്ലതാണ്. ഇതൊക്കെ ഈ നടന്ന സംഭവം, ഈ മുന്നേ നടന്ന ഈ അമ്പലവയൽ നടന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് ബെറി അന്യൂറിസം ആകാം, HOCM എന്നുള്ളൊരു കണ്ടീഷനാകും. അത് കാർഡിയാക് മസിലിൻ്റെ ഒരു ഹൈപ്പർട്രോഫി, കുറച്ചൊരു വീക്കം കാരണം വരുന്നതാണ്, ഒരു തടിപ്പ് കാരണം. ഇതൊക്കെ ജന്മസിദ്ധമായി ചിലർക്കും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ CT MRI പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതും നമ്മുടെ ജിമ്മിലെ ട്രെയിനിങ്ങും തമ്മിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്നതിനോ നമ്മുടെ ജോലി ചെയ്യുന്നതിന് തമ്മിലോ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മളിപ്പം എല്ലാവർക്കും എനിക്കുണ്ടാവും ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാത്തത്, എല്ലാവരെയും സ്ക്രീൻ ചെയ്യാൻ നമ്മൾ നിൽക്കാത്തത്. അതുകൊണ്ടാണ് എല്ലാവർക്കും പിന്നെ നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാരിൽ എല്ലാവർക്കും ആർക്കൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ ബാക്കിയുള്ളത് എന്താ പറയുക, ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇതൊരു അപൂർവമായ സംഭവമാണ്. ഇത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഒരു നാട്ടിലെ, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ ഈ സ്ക്രീനിങ് ഒന്നും ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാറൊന്നുമില്ല. ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ MRI ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. അത് പോസിബിൾ അല്ല എല്ലാവർക്കും. നമ്മൾ ജിമ്മിൽ വരുന്ന എല്ലാവർക്കും അത് സ്ക്രീൻ ചെയ്ത് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യാറുണ്ട്. അത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് ഒരു ക്ലബിലേക്കൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം അവർക്ക് മെഡിക്കൽ ഉണ്ടാവും. അവർ A to Z ഫുള്ള് സ്കാൻ ചെയ്തിട്ടും ഫിറ്റ്നസ് നോക്കിയിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇനി ഇതൊരു റെയർ സംഭവമാണ്. ആൾക്കാർ എങ്ങനെയൊക്കെ മരിക്കുന്നു, വെറുതെ നടന്നു പോകുമ്പോൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഉറക്കത്തിൽ കുഴഞ്ഞു വീണ്. അപ്പോൾ ഇതും അതേപോലെ എന്താ പറയുക, ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ അത് ജിമ്മിൽ നിന്ന് സംഭവിച്ചു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു ലെങ്തി കോൺവെർസേഷനായി പോകും. അപ്പം ബേസിക്കായിട്ട് ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ അറിയാത്ത ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാം. അപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വൈസസ് ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഡോക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.